ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഈ 8ാമത്തെ ദശകത്തിൽ 13 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഇന്ന് നമുക്ക് അതിലെ 11ാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. തദേതദംഭോരുഹ കുട്മളം തേ കളേവരാത്തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിഃ സ്വധാമഭിർധ്വന്ദമലം ന്യഗൃന്ദത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാന്റെ നാഭീരന്ധ്രത്തിൽ നിന്നും അഖില ലോകങ്ങളുടെയും സംക്ഷേപരൂപമായ ദിവ്യമായ താമരമുട്ട് ആ കാരണജലത്തിലൂടെ പുറത്തേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. തദേതദംഭോരുഹ കുട്മളം തേ കളേബരാത് തോയപഥേ പ്രരൂഢം. തദേതദംഭോരുഹ, തത് ഏതത് അംഭോരുഹ, തത് അങ്ങനെയുള്ള, ഏതത് ഈ, അംഭോരുഹ അംഭസ്സിൽ നിന്നും ഉണ്ടായത് താമര, കുട്മളം അതിൻ്റെ മുട്ട്, അങ്ങനെ ഉണ്ടായ ആ താമരമുട്ട്, തേ അങ്ങയുടെ, കളേബരാത് ദേഹത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന്, തോയപഥേ തോയം എന്നാൽ വെള്ളം, പഥേ എന്നാൽ വഴി, വെള്ളം വഴി ആ കാരണജലത്തിലൂടെ, പ്രരൂഢം അങ്കുരിച്ച് മുളച്ചു വന്ന അങ്ങനെയുള്ള ആ താമരമുട്ട് അങ്ങയുടെ ദേഹത്തിൽ നിന്നും ഉത്ഭവിച്ച് കാരണജലത്തിലൂടെ ബഹിർനിരീതം, ബഹിർ പുറത്തേക്ക്, നിരീതം ഉയർന്നു വന്നിട്ട്, പരിതഃ നാലുപാടും നാലു ചുറ്റിലും, സ്ഫുരദ്ഭിഹി പ്രകാശം പരത്തി, നാലു ചുറ്റിലും പ്രകാശത്തെ ഉണ്ടാക്കി, സ്വധാമഭിർധ്വാന്തമലം ന്യഗൃന്ദത്. സ്വധാമഭിഹി സ്വന്തം കാന്തി കൊണ്ട്, സ്വന്തം പ്രഭ കൊണ്ട്, ധ്വാന്തം അവിടെയുണ്ടായിരുന്ന കൂരിരുട്ടിനെ, അലം മുഴുവനായും, ന്യഗൃന്ദത് ഇല്ലാതെയാക്കി അല്ലെങ്കിൽ ദൂരീകരിച്ചു. ആ താമരമുട്ട് കാരണജലത്തിലൂടെ പുറത്തേക്ക് ഉയർന്നു വന്നിട്ട് നാലു ചുറ്റിലും പ്രകാശിച്ച് സ്വന്തം പ്രഭ കൊണ്ട് അവിടെയുള്ള കൂരിരുട്ടിനെ മുഴുവനായും ഇല്ലാതെയാക്കി അല്ലെങ്കിൽ ദൂരീകരിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. അങ്ങനെയുള്ള ആ താമരമുട്ട് അങ്ങയുടെ ദേഹത്തിൽ നിന്നും ഉത്ഭവിച്ച് കാരണജലത്തിലൂടെ പുറത്തേക്ക് ഉയർന്നു വന്നിട്ട് നാലു ചുറ്റിലും പ്രകാശിച്ച് സ്വന്തം പ്രഭ കൊണ്ട് അവിടെയുള്ള കൂരിരുട്ടിനെ മുഴുവനായും ഇല്ലാതെയാക്കി. അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കാൻ ജ്ഞാനപ്രകാശമായി അങ്ങയുടെ ശരീരത്തിനുള്ളിൽ നിന്നും നാഭീരന്ധ്രത്തിലൂടെ കാരണജലത്തിന് മുകളിലേക്കുയർന്ന ആ ജഗത് കാരണമായ താമരമുട്ട് അവിടെയുള്ള എല്ലാ കൂരിരുട്ടിനെയും ഇല്ലാതെയാക്കി അവിടമെല്ലാം പ്രകാശമാനമാക്കി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തദേതദംഭോരുഹ കുട്മളം തേ കളേബരാത്തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിഃ സ്വധാമഭിർധ്വാന്തമലം ന്യഗൃന്ദത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. തദേതദംഭോരുഹ കുട്മളം തേ കളേബരാത്തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിഃ സ്വധാമഭിർധ്വാന്തമലം ന്യഗൃന്ദത്. 12ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.